മുംബൈ ഭീകരാക്രമണ കേസിലെ മുഖ്യ സൂത്രധാരൻ തഹാവൂർ ഹുസൈൻ റാണ 18 ദിവസത്തെ NIA കസ്റ്റഡിയിൽ. അമേരിക്ക കൈമാറിയതിന് പിന്നാലെ ഇന്നലെ ഡൽഹിയിൽ എത്തിച്ച തഹാവൂർ റാണയെ പട്യാല ഹൌസ് കോടതിയിലെ പ്രത്യേക NIA ജഡ്ജിയാണ് കസ്റ്റഡിയിൽ വിട്ടത്. 12 ഉദ്യോഗസ്ഥരുൾപ്പെട്ട NIA സംഘമാണ് റാണയെ ചോദ്യം ചെയ്യുന്നത്. 16 വർഷത്തിലേറെയായി ഇന്ത്യ കാത്തിരുന്ന നിമിഷം. രാജ്യത്തെ ആകെ ഞെട്ടിച്ച് മുംബൈയിൽ നരബലി നടത്തിയ ഭീകരാക്രമണത്തിന്റെ ബുദ്ധി കേന്ദ്രങ്ങളിൽ ഒരാൾ ഇതാ ഇന്ത്യൻ അന്വേഷണ ഏജൻസിയുടെ മുന്നിലെത്തിയിരിക്കുന്നു. NIA DG സദാനന്ദ് ദത്തയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് തഹാവൂർ റാണയെ ചോദ്യം ചെയ്യുക. 12 ഉദ്യോഗസ്ഥരാണ് സംഘത്തിലുള്ളത്. ഇതിൽ 2 IG-മാരും 1 DIG-യും 1 SP-യും ഉണ്ട്. NIA-യുടെ ചോദ്യം ചെയ്യലിന് ശേഷം വിവിധ ഇന്റലിജൻസ് ഏജൻസികളും റാണയെ ചോദ്യം ചെയ്യും. മുംബൈ ഭീകരാക്രമണത്തിനു പുറമെ ഇന്ത്യയിൽ പാക് ചാര സംഘടനയായ ISI പദ്ധതിയിട്ട മറ്റു ഭീകരാക്രമണങ്ങളുടെ വിശദാംശങ്ങൾ റാണയിൽ നിന്ന് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഡൽഹിയിൽ തീഹാർ ജയിലിലാണ് റാണയെ പാർപ്പിക്കുക. ഇതിനായി ത്രിതല സുരക്ഷാ ക്രമീകരണമാണ് തീഹാറിൽ 2ാം നമ്പർ ജയിലിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. മുംബൈയിൽ എത്തിക്കുമ്പോൾ ആദർ റോഡ് ജയിലിലെ ബാരക് നമ്പർ 12-ലാകും റാണയെ പാർപ്പിക്കുക. പാകിസ്ഥാൻ ഭീകരൻ അജ്മൽ കസബിനെയും പാർപ്പിച്ചിരുന്നത് ബാരക് 12-ലായിരുന്നു. തഹാവൂർ റാണയ്ക്കെതിരായ കേസിലെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി അഭിഭാഷകൻ നരേന്ദർ മാനിനെ നിയമിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിജ്ഞാപനമിറക്കിയിട്ടുണ്ട്. 3 വർഷത്തേക്കാണ് നിയമനം. റാണയ്ക്ക് വേണ്ടി ഡൽഹി ലീഗൽ സർവീസസ് അതോറിറ്റി പീയൂഷ് സച്ദേവിനെ അഭിഭാഷകനായി നൽകിയിട്ടുമുണ്ട്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.